ഹായ് ഫ്രണ്ട്സ്, സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 3 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി റവ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും വലിയ ജീരകവും 2-3 ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇത് ഏത് റവ ആയാലും കുഴപ്പമില്ല കേട്ടോ, വറുത്തതോ വറക്കാത്തതോ ഏത് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മാറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി കൈവച്ച് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ ഒന്നിവിടെ പരത്തുന്നുണ്ട്. ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനൊരു ബോട്ടിലിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് കട്ടറോ ഏത് ഉപയോഗിച്ചും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു കുക്കിംഗ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല തിരക്കായിരുന്നു കാലത്തിട്ട്, അത് കാരണം ഞാൻ കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നിട്ടും വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്നത്, പിന്നെ അവർക്ക് കഴിക്കാനും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം കുറച്ച് വേഗം റെഡിയാക്കിയെടുത്തു. ഫസ്റ്റിലിട്ട് കൊടുത്തത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഇത് കോരി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി തന്നെയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ റവ വെച്ചിട്ടും നമുക്ക് പൊരിച്ച പത്തിരി തയ്യാറാക്കാം. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. ആദ്യമുള്ളതൊക്കെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു, ബാക്കി ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചായ കുടിക്കാൻ. നല്ലൊരു അടിപൊളി തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു മുട്ടക്കറിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.